അപ്പോൾ റോബിൻ ഗിരീഷിനോട് സാമ്പത്തിക ഇടപാട് നടത്തുന്ന ആർട്ടിയായതുകൊണ്ട് മിക്കവാറും ഇത്ര നടപടി എടുക്കുകയില്ല. നമ്മൾ കൊടുക്കുന്ന പരാതി വേസ്റ്റ് കൊട്ടയിലിട്ട് കളയുകയാണ് ഇവരുടെ പതിവ്. റോബിൻ ഗിരീഷ് പറഞ്ഞ ഭാഗം കോടതി ഉത്തരവുള്ളതിൻ്റെ പേരിൽ എനിക്ക് പെർമിറ്റ് തന്നേ പറ്റത്തുള്ളൂ, ഇനി ഫീസ് അടയ്ക്കേണ്ട കാര്യമില്ലെന്നാണ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഫീസ് അടയ്ക്കാതെ പെർമിറ്റ് തരുന്ന ലക്ഷണമേ ഇല്ലെന്നും പറഞ്ഞപ്പോൾ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് നല്ല ഉദ്യോഗസ്ഥരെ കരിവാരിത്തേക്കാനും ഇദ്ദേഹത്തിൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കാത്ത ഉദ്യോഗസ്ഥനായതുകൊണ്ട് ഈ പുള്ളിക്കെതിരെ പല ആരോപണങ്ങൾ പുള്ളി ഉന്നയിക്കുന്നുണ്ട്. ഈ പുള്ളിക്കൊന്നാതെ വണ്ടി ഓടിക്കാൻ അറിയത്തില്ല റോബിൻ ഗിരീഷിന്. അവനെന്ന് വെച്ചാൽ സ്വന്തമായിട്ടൊരു വണ്ടിയോ പെർമിറ്റോ ഇല്ലാത്ത ഒരുത്തനാണ്. പുള്ളിയുടെ അനിയൻ്റെ പേരിൽ പുള്ളി പെർമിറ്റ് പാസ്സാക്കിയിട്ട് പുള്ളി ആരെങ്കിലും വിലയ്ക്ക് കൊടുക്കും. എന്നിട്ട് പുള്ളി വണ്ടി ലീസ് അഗ്രിമെൻ്റ് എടുക്കും. ഇതിൽ 20 days TP ആയിട്ട് എഴുതിയിട്ട് പുള്ളി പറയും ഇത് പക്കാ പെർമിറ്റാണെന്നും പറഞ്ഞ് 10-20 ലക്ഷം രൂപ മേടിച്ചിട്ട് ഇപ്പോൾ പല ആൾക്കാരെയും വഞ്ചിക്കുകയാണ് ഇദ്ദേഹം ചെയ്യുന്നത്. ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. ജനങ്ങൾ ഇത് അറിയുന്നില്ലല്ലോ. സംഭവം സത്യസന്ധമായിട്ട് സംസാരിക്കാൻ ഒരു വ്യക്തി ഈ പുള്ളിക്കെതിരായിട്ട് ഉണ്ടായിട്ടില്ല. ഇതാണ് സംഭവം. ഈ പുള്ളിയുടെ അനിയനെ കരിവാരിച്ച് തേച്ചാണ് ഈ പുള്ളി പെർമിറ്റ് ഉണ്ടാക്കുന്നത്. നമസ്കാരം. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഈരാറ്റുപേട്ടയിൽ വെച്ച് MVDയും റോബിൻ ഗിരീഷും തമ്മിൽ വലിയ വാഗ്വാദങ്ങൾ ഉണ്ടായത്. ഒരു ബസ് നിയമവിരുദ്ധമായി ഓടിക്കുന്നു എന്ന പരാതിയെ തുടർന്ന് MVD അവിടെ പരിശോധിക്കാൻ എത്തിയതായിരുന്നു. പിന്നീട് അവിടെ നടന്ന കാഴ്ചകളൊക്കെ നമ്മൾ വീഡിയോയിൽ കണ്ടതാണ്. വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ആ പരാതിക്ക് ഇടയാക്കിയ സാഹചര്യം എന്താണെന്ന് ആ പരാതിക്കാരനായ ഷാജി ഹുസൈൻ വ്യക്തമാക്കും. അദ്ദേഹം ഒരു സ്വകാര്യ ബസ് ഉടമയാണ്. കൂടാതെ റോബിൻ ഗിരീഷിനെതിരെ 10 വർഷക്കാലമായി നിയമപോരാട്ടം നടത്തുന്ന ഒരാൾ കൂടിയാണ്. എന്തായിരുന്നു അന്ന് ആ ഈരാറ്റുപേട്ടയിലെ സംഭവം? അന്നത്തെ സംഭവം എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ വാഹനത്തിന് 16/6/2026 പെർമിറ്റ് തീർന്നു, ടെമ്പററി പെർമിറ്റ്. ഇത് പല പ്രാവശ്യം ഇങ്ങനെ തീർന്നിട്ടും ഞാൻ RTOയ്ക്ക് കോട്ടയത്ത് മാറി വരുന്ന RTOയ്ക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റോബിൻ ഗിരീഷിനോട് സാമ്പത്തിക ഇടപാട് നടത്തുന്ന ആർട്ടിയായതുകൊണ്ട് മിക്കവാറും ഇത്ര നടപടി എടുക്കുകയില്ല. നമ്മൾ കൊടുക്കുന്ന പരാതി വേസ്റ്റ് കൊട്ടയിലിട്ട് കളയുകയാണ് ഇവരുടെ പതിവ്. ഈ പ്രാവശ്യം വന്ന RTO 2 മാസമായതുള്ളൂ. അദ്ദേഹം സത്യസന്ധനായ ഒരു RTO ആണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് കാര്യം പറഞ്ഞപ്പോൾ 1.5 മണിക്കൂർ എന്നെ വിളിച്ചിട്ട് സംസാരിക്കുകയും കാര്യങ്ങൾ പുള്ളി മനസ്സിലാക്കുകയും പുള്ളി ഉടനെ NVDക്ക് ഓർഡർ ഇടുകയും ചെയ്തു. ഈ വണ്ടിക്ക് നിലവിൽ പെർമിറ്റ് ഇല്ലെന്നും ഈ വണ്ടിക്ക് ഫീസ് അടയ്ക്കാതെ പെർമിറ്റ് ഇഷ്യൂ ചെയ്യാൻ പറ്റത്തില്ലെന്നും ഇദ്ദേഹം പറഞ്ഞപ്പോൾ റോബിൻ ഗിരീഷ് പറഞ്ഞ ഭാഗം കോടതി ഉത്തരവുള്ളതിൻ്റെ പേരിൽ എനിക്ക് പെർമിറ്റ് തന്നേ പറ്റത്തുള്ളൂ, ഇനി ഫീസ് അടയ്ക്കേണ്ട കാര്യമില്ലെന്നാണ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഫീസ് അടയ്ക്കാതെ പെർമിറ്റ് തരുന്ന ലക്ഷണമേ ഇല്ലെന്നും പറഞ്ഞപ്പോൾ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് നല്ല ഉദ്യോഗസ്ഥരെ കരിവാരിത്തേക്കാനും ഇദ്ദേഹത്തിൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കാത്ത ഉദ്യോഗസ്ഥനായതുകൊണ്ട് ഈ പുള്ളിക്കെതിരെ പല ആരോപണങ്ങൾ പുള്ളി ഉന്നയിക്കുന്നുണ്ട്. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ജയപ്രകാശ് അല്ലേ? മോട്ടോർ വെഹിക്കിൾ ജയപ്രകാശ് അദ്ദേഹത്തിനെതിരെ പല ഇതും പുള്ളി ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഇപ്പം നിഷ്പക്ഷമായി നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ തകർക്കുക, സാമ്പത്തികം മേടിക്കുന്നതും പുള്ളിയുടെ കാലിൻ്റെ ചെരുപ്പ് നക്കിയായിട്ടാണ് നമുക്ക് മനസ്സിലാകാൻ കഴിയും. വണ്ടി തടഞ്ഞു കഴിഞ്ഞപ്പോൾ രണ്ടുപേരും കൂടെ തമ്മിൽ ഇങ്ങനെ ഉടക്കായി. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് നിങ്ങൾ വണ്ടി MVDക്ക് സർവേ ഓടിക്കാൻ അറിയത്തില്ലെന്നും എൻ്റെ വണ്ടിയുടെ താക്കോൽ നിങ്ങൾ അടിച്ചു മാറ്റിയെന്നുമാണ് പറയുന്നത്. സത്യാവസ്ഥ പറഞ്ഞാൽ ഈ NVD വണ്ടിയുടെ അകത്ത് കയറിയോ ഇദ്ദേഹത്തിൻ്റെ വണ്ടിയുടെ താക്കോലോ കാര്യമൊന്നും പുള്ളി എടുത്തിട്ടില്ല. അപ്പം പുള്ളി ഡ്രൈവറെ എടുത്തിട്ടെന്ന് വെച്ചാൽ വണ്ടി നിങ്ങൾ വേണേൽ കയറ്റിയിട്ട് നിങ്ങൾക്ക് ഓടിക്കാൻ അറിയാവോ? ഈ പുള്ളിക്കൊന്നാതെ വണ്ടി ഓടിക്കാൻ അറിയത്തില്ല റോബിൻ ഗിരീഷിന്. അവനെന്ന് വെച്ചാൽ സ്വന്തമായിട്ടൊരു വണ്ടിയോ പെർമിറ്റോ ഇല്ലാത്ത ഒരുത്തനാണ്. ഏത് ബോർഡ് മീറ്റിങ്ങിലും വന്നിട്ട് ആരെങ്കിലും പൈസ കൊടുത്ത് പുള്ളിയുടെ ജീവിതം നടക്കും. ഞാൻ അതിന് തടസ്സമല്ല. അല്ലേ, റോബിൻ ഗിരീഷിന് വണ്ടി ഇല്ലേ? അപ്പോൾ അദ്ദേഹം ഒരുപാട് വാഹനങ്ങൾ അദ്ദേഹത്തിന് ബസ് ഉണ്ടെന്നൊക്കെയാണല്ലോ പല ഇതിലും കാണാൻ കഴിയുന്നത്. മറ്റുള്ള ആൾക്കാരുടെ പേരിൽ കിടക്കുന്ന ബസ്സിനെ റോബിൻ ഒട്ടിച്ചാൽ അത് സ്വന്തമാവുകയില്ല, രജിസ്റ്റർ ഓണർ ആയിരിക്കണം. ഗിരീഷിൻ്റെ പേരിലുള്ള വണ്ടികളൊന്നും അല്ലേ ഇത്? ഗിരീഷിൻ്റെ പേരിലുള്ള വണ്ടികളല്ല. ഗിരീഷിൻ്റെ പേരിൽ വണ്ടി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. പുള്ളിയുടെ അനിയൻ്റെ പേരിൽ പുള്ളി പെർമിറ്റ് പാസ്സാക്കിയിട്ട് പുള്ളി ആരെങ്കിലും വിലയ്ക്ക് കൊടുക്കും. എന്നിട്ട് പുള്ളി വണ്ടി ലീസ് അഗ്രിമെൻ്റ് എടുക്കും. അതായത് പെർമിറ്റ് വിലയ്ക്ക് കൊടുക്കും. ലീസ് അഗ്രിമെൻറ്റിന് എടുത്തിട്ട് ഇതിൽ 20 days TP ആയിട്ട് എഴുതിയിട്ട് പുള്ളി പറയും ഇത് പക്കാ പെർമിറ്റാണെന്നും പറഞ്ഞ് 10-20 ലക്ഷം രൂപ മേടിച്ചിട്ട് ഇപ്പോൾ പല ആൾക്കാരെയും വഞ്ചിക്കുകയാണ് ഇദ്ദേഹം ചെയ്യുന്നത്. ഈ വിസ തട്ടിപ്പ് പോലെയാണ് ഈ പെർമിറ്റ് തട്ടിപ്പ് എന്ന് പറയുന്നത്. ഈ പുള്ളി ഈ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പാലാ കാഞ്ഞിരപ്പള്ളി റൂട്ടിലെ 2 വണ്ടി രണ്ടും 40 ലക്ഷം രൂപ വെച്ചാണ് വിറ്റത്. നമുക്ക് 6500 രൂപ 10000 രൂപയുടെ താഴെ ഉള്ളൂ ചിലവ്. പിന്നെ ഒരു തലനാട് വണ്ടി, പിന്നെ ഒരു മേലെടുക്കം വണ്ടി, തൊടുപുഴ ഓടുന്ന ബിവിൻസ് എന്ന് പറഞ്ഞ വണ്ടി. ഈ വണ്ടിയെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ഇതിൻ്റെ പേര് മാറിക്കൊടുക്കണമല്ലോ. ഇദ്ദേഹം ഇതിൻ്റെ പേര് മാറിക്കൊടുക്കുകയില്ല.
അപ്പോൾ ഇദ്ദേഹം പറയുന്നത് എനിക്കൊരു 10 ലക്ഷം രൂപ താ, അല്ലെ 5 ലക്ഷം രൂപ താ, അല്ലെ പുള്ളി വണ്ടി 2 പാലാ വണ്ടിയുടെ ഒരു പാലായും ഒരു മേലെടുക്കും വണ്ടി വേറെ ഒരാൾക്ക് വിറ്റിട്ട് ആ വണ്ടി പിടിച്ചെടുത്തിട്ട് ഇദ്ദേഹം തന്നെ വീണ്ടും ആ വണ്ടി വിറ്റു. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, അത് ശരിയല്ല. അതുപോലത്തെ സംഭവങ്ങളാണ് ഇദ്ദേഹം കാണിക്കുന്നത്. താങ്കൾ എന്തിനാണ് ഈ ഗിരീഷുമായിട്ട് കേസ് നടത്തുന്നത്? കേസ് നടത്തുന്നതെന്ന് വെച്ചാൽ 10 വർഷങ്ങൾക്ക് മുമ്പ് 10 വർഷം ഒന്ന് കൂടിയോ, ആ സമയത്ത് പുള്ളിക്ക് പാലാ പെരുന്നാട് ഒരു സർവീസ് നിലവിലുണ്ട്, പക്ഷേ വണ്ടിയില്ല. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഈ വണ്ടി എടുത്ത സമയമായതുകൊണ്ട് ഉടനെ 2 പേര് വന്ന ഒരു രാമേന്ദ്രൻ എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയും വെൽക്കം ബസ് എന്ന് പറഞ്ഞ ഷെമീർ, അതിൻ്റെ ഒരു കമ്പനിയാണ്. അപ്പോൾ എന്നെ പറഞ്ഞു ഗിരീഷ് ചേട്ടൻ്റെ ഒരു പെർമിറ്റ് ഉണ്ട്, നമുക്ക് പോയി മേടിക്കാം. ഞാൻ വിലയൊന്നും ഇപ്പം പറയാൻ ഉദ്ദേശിക്കുന്നില്ല, വീട്ടുകാരെന്നെ തല്ലിക്കൊല്ലും വില പറഞ്ഞാൽ. എന്നിട്ട് പോലും ഞാൻ ഈ സംഭവം ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ ചോദിച്ചു, ഇവൻ എന്നോട് എന്താടാ മറ്റേ മോനെ നിന്നോട് പൈസ മേടിച്ചതിൻ്റെ തെളിവ് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എടാ ഇതിൻ്റെ തെളിവ് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞാണ് ഞങ്ങൾ തങ്ങിലെ ആ അംഗം പറ്റിയത്. എന്നിട്ട് ഈ വണ്ടി പാലാ പെരുന്നാട് റൂട്ടിൽ സർവീസ് നടത്തുകയില്ല. KL 7C 4172 50 KL 580 83 59. അതേസമയം ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ബസ്സിൽ കയറിയെടുത്ത് RTOയ്ക്ക് പരാതി കൊടുത്തിട്ട് RTO കൊണ്ട് കാഞ്ഞിരപ്പള്ളി സ്റ്റാൻഡിൽ നിർത്തിക്കൊണ്ട് ഈ വണ്ടിയുമായിട്ട് ഞാൻ 48 കിലോമീറ്റർ പെരുന്നാട് തന്നെ ഇവിടെ ഒരു 5 സ്റ്റാഫും വെച്ച് ഞാൻ തന്നെ പോകും. ജീവൻ പണയം വെച്ചാൽ പോകുന്നത്. പിന്നെ പൊൻകുന്നം നമ്മൾ ഈ ഓടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് RTO, അവരുടെ പൊൻകുന്നത്തിൻ്റെ ഉണ്ട് മറ്റേ മുക്കട വരെ വരും. എന്നിട്ട് നമ്മളെ കൊണ്ട് അവിടെ വിട്ടിട്ട് ഞാൻ എൻ്റെ കാറിൽ തന്നെ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരും. അതാണ് ഈ റോബിൻ ഗിരീഷ് എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ അവനൊന്നുമില്ല. ഇപ്പം എല്ലാവരും ഹിയറിങ്ങിന് പോകുമ്പം അവന് കുറച്ച് പൈസ കൊടുക്കും. അപ്പം ഈ കാഞ്ഞിരപ്പള്ളി ഈരാറ്റുപേട്ട റൂട്ടിൽ അല്ലമീൻ എന്നും പറഞ്ഞ് 2 ബസ്സുണ്ട്. അതിൻ്റെ ഓണർമാർ ഗിരീഷിന് ഇവന്മാരെ പേടിയാണ്, ഇവന്മാർ വെട്ടിക്കളയുന്നവന്മാരാണ്. അതേസമയം ബാക്കിയുള്ള വണ്ടികൾ റോബിൻ ഗിരീഷിനെ കാണുമ്പോൾ കൈ കൂപ്പിയാണ് നിൽക്കുന്നത്. ഗിരീഷ് ചേട്ടൻ പറയുന്നതിൻ്റെ അപ്പുറമില്ല. അവനൊരു പെർമിറ്റ് ഇപ്പം നമ്മൾ ഫ്രഷ് പെർമിറ്റ് വെച്ചിട്ട് ഗിരീഷ് ചേട്ടാ ഇത്ര രൂപ എൻ്റെ ഒന്ന് ഹിയർ ചെയ്ത് തന്നേക്കാൻ പറഞ്ഞാൽ ആ സെക്കൻഡ് അവൻ പറയുന്ന ടൈം. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരനൊരു പെർമിറ്റ് ഉണ്ടായിരുന്നു പാലാ പെരുന്നാട്. ഞാനപ്പോൾ ഇത് കോടതിയിൽ നിന്നെല്ലാം മേടിച്ച് ഹിയർ ചെയ്യാൻ പോയപ്പോൾ എന്ന് വെച്ചാൽ ഈ പാർട്ടി പറഞ്ഞിട്ടെന്ന് വെച്ചാൽ അന്നത്തെ RTO ഒരു പുള്ളി മാറിപ്പോയി. ഇതിന് മുമ്പ് ഇരുന്നൊരു RTO പുള്ളി മാറിപ്പോയി. അത് കഴിഞ്ഞ് പത്തനംതിട്ട RTOക്കാണ് ചാർജ്. ആ പത്തനംതിട്ട RTO ഈ പുള്ളിയുടെ വരിക. അപ്പോൾ എന്നോട് അന്നത്തെ RTO പറഞ്ഞത്, പുള്ളിയുടെ പേര് മറന്നുപോയി, അന്നത്തെ RTO എന്നോട് പറഞ്ഞൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ പഴയ ഓപ്പറേറ്റർമാർ കഴിഞ്ഞുള്ളൂ പുതിയുള്ളൂ, ഞങ്ങൾ തരുന്ന ടൈം ഗിരീഷ് പറയുന്ന ടൈം നിങ്ങൾ വാങ്ങിച്ചാൽ മതി. ഈ ആൾക്കെന്ന് വെച്ചാൽ മറ്റേ ATP പെർമിറ്റ് എടുത്തപ്പോൾ മറ്റേ കോയമ്പത്തൂർ. അപ്പോൾ ജനങ്ങൾ ഇയാൾ പറയുന്ന മൊത്തം വിശ്വസിക്കുക. ഇയാൾക്ക് കഥകൾ അറിയത്തില്ലല്ലോ, ഇതിൻ്റെ കഥകൾ അറിയാതെ ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജനങ്ങൾ ഓർക്കും പൊട്ടന്മാരെ പോലെ ഇവൻ പറയുന്നതെല്ലാം ശരിയാണ്, മറ്റേ പിണറായി അങ്ങനെയാണ്, ഇപ്പം സതീശൻ എൻ്റെ വണ്ടി പിടിക്കുന്നു, അതുപോലെയാണ് ഇവൻ്റെ സംസാരം. ഇവൻ കാണിക്കുന്ന എല്ലാം തെമ്മാടിത്തരമാണ്. പക്ഷേ ഇവന് അനുകൂലിക്കാൻ കുറച്ച് ബസ് ഓണേഴ്സന്മാരുണ്ട്. അവർക്ക് ഇവനെതിരെ പ്രതികരിക്കാൻ പേടിയാണ്. അവർ പറയുന്നത് എൻ്റെ 10 മിനിറ്റ് ടൈം ഉണ്ടെങ്കിൽ ഇവൻ ഫ്രഷ് പെർമിറ്റ് കൊണ്ടുവന്നിട്ട് വേറെ ആരുടെങ്കിലും കുറച്ച് പൈസ കൊടുത്തിട്ട് ഈ പെർമിറ്റ്, അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് 10 മിനിറ്റ് ഉണ്ട്, 10:07 എൻ്റെ സമയമെങ്കിൽ ഇവൻ പറഞ്ഞാൽ 10:04 RTOയോട് പറയും കൊടുത്തേക്കാൻ. അപ്പോൾ RTO കൊടുക്കും, ഇവൻ്റെ ആളാണെങ്കിൽ RTO കൊടുക്കും. ഇവൻ പല വണ്ടി എന്ന് വെച്ചാൽ ഇത് ഇപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പം ഇടുക്കി വിട്ടുപോയ വണ്ടി, ആ വണ്ടിക്ക് അവരറിയാതെ കോടതിയിൽ നിന്ന് 40 ദിവസം ഓർഡർ മേടിച്ച് വേറെ വണ്ടിക്ക് ടീപ്പ് എഴുതി ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. ജനങ്ങൾ ഇത് അറിയുന്നില്ലല്ലോ. സംഭവം സത്യസന്ധമായിട്ട് സംസാരിക്കാൻ ഒരു വ്യക്തി ഈ പുള്ളിക്കെതിരായിട്ടുണ്ടായിട്ടില്ല. ഇതാണ് സംഭവം. ഈ പുള്ളിയുടെ അനിയനെ കരിവാരിച്ച് തേച്ചാണ് ഈ പുള്ളി പെർമിറ്റ് ഉണ്ടാക്കുന്നത്. കാഞ്ഞിരപ്പള്ളി ഈരാറ്റുപേട്ട ഓടുന്ന വാഹനങ്ങൾക്കെല്ലാം ഇവനെ പേടിയാണ്. അല്ലമീൻ എന്ന് പറഞ്ഞ 2 വണ്ടിക്കാർക്ക് മാത്രമേ പേടിയില്ലാത്തതുള്ളൂ. വെഹിക്കിൾമാർ വരെ നമ്മൾ പരാതി കൊടുത്താൽ പെർമിറ്റ് ലംഘനത്തിന് 7,500 രൂപ സർക്കാരിന് കിട്ടേണ്ട പൈസ ആണ്. ഇവനെ അറിയാവുന്ന വെഹിക്കിൾ വന്നാൽ എഴുതുന്നത് എന്താണെന്നറിയോ? കണ്ടക്ടറിന് കാക്കിയില്ല, ഡ്രൈവറിന് ബാഡ്ജില്ല, 250 രൂപ. ബാക്കി 7,750 രൂപ എന്ത്? ഇതുപോലെ ഈ പാലാ പെരുന്നാടെന്ന് വരുന്ന വണ്ടിക്ക് 2 വണ്ടിക്ക് 1,91,250 രൂപ. അതിൻ്റെ ഡേറ്റ് എനിക്ക് ഓർമ്മ വരുന്നില്ല, പെറ്റി വന്നു. അപ്പോൾ ഞാൻ വീടാശം വെച്ചപ്പോൾ എനിക്കിങ്ങനെ കിട്ടി. ഞാൻ വെച്ച് പരാതി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവിടെ കോട്ടയം RTO ഓഫീസിൽ നിന്ന് മറ്റേ ഡിസ്ട്രിക്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് കൊടുത്ത് എത്രയാണെന്നറിയോ? 63,250 രൂപ. ബാക്കി പൈസ പോയി. അപ്പം ഞാൻ വേറെ ഒരാളുടെ പേരിൽ PJ ഷാജി എന്ന് പറഞ്ഞ ഒരാൾക്ക് വെച്ചപ്പോൾ അപ്പം ഞാൻ ഈ 2 ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് തെറ്റിപ്പോവാം. 3-ാമത്തെ ഒരാളുടെ വെച്ചപ്പോൾ 52,250 രൂപ. അവിടെയും പൈസ പോയി.
ഈ ആർ ടി ഓഫീസിൽ ഇവനെ സംരക്ഷിക്കാൻ കുറച്ച് ആൾക്കാരും കോട്ടയത്ത് ഇവനെ സംരക്ഷിക്കുന്ന ഒരു ഏജൻ്റ് ഉണ്ട്, പ്രസാദ് എന്ന് പറഞ്ഞു. ഈ പുള്ളിക്ക് വണ്ടിയോ പെർമിറ്റോ ഇല്ലാതെ കേരളത്തെ ഇപ്പം കോട്ടയം, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ബോർഡ് മീറ്റിങ്ങിനും പോവും, ആരെങ്കിലും വിളിച്ചുകൊണ്ട് പോയ ഉടനെ ഹിയറിങ്ങിനും പോവും. അങ്ങനെ പോകേണ്ട കാര്യമില്ല. പുള്ളിയുടെ ചിലപ്പം വരുമാന മാർഗമായിരിക്കും, ജീവിതത്തിൻ്റെ ഇതായിരിക്കും, നമ്മൾ അതിന് പ്രതികരിക്കുന്നില്ല. പുള്ളിക്ക് ലക്ഷങ്ങൾ മേടിക്കുക, അതൊന്നും നമുക്കില്ല. പക്ഷേ ഈ തട്ടിപ്പും കഥകളും ആണ് നമുക്ക് പറയാനുള്ളൂ. കൊച്ചിയിൽ നിന്നും DK ദിലീപിനോടൊപ്പം R. പിയൂഷ്, മറുനാടൻ മലയാളി.